അവൾ എവിടെ പോകാനാ ജാനകി? അവിടെ തന്നെ കാണും. നീ ഒന്നുകൂടി വിളിക്കും. അതല്ല സീതാമ്മേ, കുഞ്ഞിൻ്റെ വൈകക്കുഞ്ഞിൻ്റെ അവർ വാക്കുകൾ കിട്ടാതെ ഉടറി. ഇങ്ങനെ തപ്പി പിടിക്കാതെ എന്താണെന്ന് വെച്ച കാര്യം തെളിച്ചു പറ ജാനകി. വൈകക്കുഞ്ഞിന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി വെച്ച സാധനം കാണുന്നില്ല. അവർ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചതും സീതാമ്മ ധരിച്ചിരുന്നു. നീ എന്താ പറയുന്നേ ജാനകി? വൈകിയ സാധനങ്ങളും കാണുന്നില്ലെന്നോ? അവർ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് വീൽചെയർ ധൃതിയിൽ മുന്നോട്ടുരുട്ടി. സീതാമ്മ പറഞ്ഞതുകൊണ്ട് വൈകക്കുഞ്ഞിനെ വിളിക്കാൻ ഞാൻ മുറിയിൽ പോയപ്പോൾ മുറി ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സിദ്ധുക്കുഞ്ഞ് ഇപ്പം മുകളിലല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ തട്ടി വിളിക്കാതെ തന്നെ മുറിയിലേക്ക് കയറി. മുറിയിൽ വൈകക്കുഞ്ഞുണ്ടായിരുന്നില്ല. ബാത്റൂമിലായിരിക്കുമെന്ന് കരുതി കുറച്ചു നേരം കാത്തു നിന്നു. അകത്തുനിന്നും അനക്കമൊന്നും കേൾക്കാതായപ്പോൾ ശ്രദ്ധിച്ചതാ. അപ്പോൾ അതിനുള്ളിലും വൈകക്കുഞ്ഞില്ല. എവിടെ പോയെന്ന് പേടിയോടെ തിരിഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്നലെ ആക്കി വെച്ച ബാഗുകളൊന്നും കാണാത്തത് ശ്രദ്ധിച്ചത്. അപ്പോൾ അലമാരയും തുറന്നു നോക്കി. അതിലെയും ഏറെക്കുറെ വസ്ത്രങ്ങളും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി വെച്ച ഹാൻഡ് ബാഗും ഒന്നും കാണുന്നില്ലെന്ന് കണ്ടത്. ജാനകി മുറിയിലെത്തിയത് മുതലുള്ള കാര്യങ്ങൾ സീതാമ്മയെ പറഞ്ഞു കേൾപ്പിച്ചതും അവരിൽ ആദ്യം നിറഞ്ഞു. നീ എല്ലായിടത്തും നോക്കിയോ ജാനകി? നോക്കി സീതാമ്മേ. മുറിയിൽ സാധനങ്ങളൊന്നുമില്ലെന്ന് കണ്ടതും ഞാൻ വേഗം പോയി നോക്കിയത് ഉമ്മറത്തെ ഡോറിലേക്കാണ്. അത് അമർത്തി അടച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ജാനകി പറഞ്ഞതും സീതാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. നിറവയറുമായി നിൽക്കുന്ന വൈഗ എങ്ങോട്ട് പോയെന്ന ചിന്ത അവരെ അലട്ടി. അതിലുപരി ആരോടും പറയുക പോലും ചെയ്യാതെ ഇങ്ങനൊരു ഒളിച്ചോട്ടം എന്തിനായിരുന്നുവെന്നും ഇനി സിദ്ധുവും അവളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം, അവരുടെ ചിന്ത ആ വഴിക്ക് പോയി. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ അവൾ ഇതിനൊക്കെ മുതിരുമോ? അവരുടെ ചിന്ത പിന്നെ അങ്ങനെയായി. അവർ അവളുടെ മുറിക്ക് മുന്നിൽ ഇനി എന്തെന്നറിയാതെ പകച്ചിരുന്നു. ജാനകി, നീ വേഗം സിദ്ധുവിനെ ഒന്ന് വിളിച്ചേ. അവൾ ആ വയറും വെച്ച് ചിലപ്പോൾ അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല, സീതാമ്മ പെട്ടെന്ന് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. ജാനകി സിദ്ധുവിനെ വിളിക്കാൻ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അവൻ താഴേക്കെത്തിയിരുന്നു. സിദ്ധു മോനെ. സീതാമ്മ അവനെ വിളിച്ചുകൊണ്ട് അലമുറയിട്ടു. എന്താ അമ്മേ, എന്തു പറ്റി? അവരുടെ കരച്ചിൽ കണ്ടതും സിദ്ധു ഭയത്തോടെ ചോദിച്ചു. വൈകി എവിടെ? അവളെ അവിടെയൊന്നും കാണുന്നില്ലെന്ന് കണ്ടതും അവൻ തിരക്കി. മോനെ സിദ്ധു, വൈകിയെ കാണുന്നില്ലടാ. അവൾക്ക് വേണ്ടി ഇന്നലെ ഒരുക്കിയ ബാഗും മറ്റും അതുമില്ല. സീതാമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ഞെട്ടിക്കൊണ്ട് അവരെ ഉറ്റുനോക്കി. എന്താ അമ്മീ പറയുന്നത്? അവൻ അതേ ഞെട്ടലോടെ ചോദിച്ചു. അതേ സിദ്ധുക്കുഞ്ഞെ, സീതമ്മ പറഞ്ഞ സത്യവാ. വൈകക്കുഞ്ഞിനെ കാണുന്നില്ല. ജാനകി കൂടി പറഞ്ഞതും അവൻ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ധരിച്ചു നിന്നു. അവൻ പെട്ടെന്ന് ഓടിപ്പോയി മുറിയിൽ നോക്കി. പക്ഷേ അവർ പറഞ്ഞതുപോലെ അവിടെയൊന്നും വൈകിയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൻ്റെ കൺമുന്നിൽ നിറവേറുമായി തൻ്റെ മുന്നിൽ നടന്നു പോകുന്ന വൈകിയുടെ ചിത്രം തെളിഞ്ഞു. മോനെ സിദ്ധു, നീ ആലോചിച്ച് നിൽക്കാതെ വേഗം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എല്ലാം പോയി നോക്ക്. അവൾ കൂടുതൽ ദൂരമൊന്നും ഒറ്റയ്ക്ക് പോയിട്ടുണ്ടാവില്ല. അതിന് അവളെക്കൊണ്ട് കഴിയില്ല. സീതാമ്മ പറഞ്ഞതും സിദ്ധു പിന്നെ ചിന്തിച്ചു നിൽക്കാതെ പെട്ടെന്ന് കാറും എടുത്തിറങ്ങി. പോകുന്ന വഴിയിലെല്ലാം അവൻ്റെ ചിന്ത അവളെക്കുറിച്ചായിരുന്നു. ആരോടും ഒന്നും പറയാതെ അവൾ എവിടെ പോയി? ഇന്നലെ പോലും ഒരു മാറ്റവും അവളിൽ കണ്ടിരുന്നില്ലല്ലോ. പിന്നെ പെട്ടെന്ന് എന്തിനായിരിക്കും ഇങ്ങനൊരു ഒളിച്ചോട്ടം? തൻ്റെ കുഞ്ഞുങ്ങൾ, അവരെ ഇനി തനിക്ക് കിട്ടില്ലേ? പെട്ടെന്ന് മനസ്സിലേക്ക് കുഞ്ഞുങ്ങളുടെ ചിന്ത വന്നതും അവൻ്റെ കാറിൻ്റെ വേഗത കൂടി. അപ്പോഴും അവൻ വൈകിയെക്കുറിച്ച് ഒരു തരിമ്പ് പോലും ബോധവാനായില്ല. അവൻ്റെ മനസ്സിൽ അവളുടെ ഉദരത്തിലെ തൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം മാത്രമായിരുന്നു. അവൻ മിനിറ്റുകൾ കൊണ്ട് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഓടി നടന്നു നോക്കി. പെട്ടെന്ന് അവളുടെ ഫോണിൻ്റെ ഓർമ്മ വന്നതും അവൻ അതിലേക്ക് അടിച്ചു. റിങ് ചെയ്യുന്നുണ്ട്. അവന് ആശ്വാസം തോന്നി. ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ എന്ന ചിന്ത വന്നു. പക്ഷെ അവൻ്റെ ആശ്വാസത്തിന് അധികം നേരം വേണ്ടി വന്നില്ല. ഫോൺ എടുത്തത് ജാനകിയായിരുന്നു. വൈകക്കുഞ്ഞ് ഫോൺ കൊണ്ടുപോയിട്ടില്ല. അവർ എടുത്തപാടെ സങ്കടം നിഴലിച്ച സ്വരത്തിൽ പറഞ്ഞു. അവൻ എല്ലാ വഴിയും അടഞ്ഞതുപോലെ കാറിൻ്റെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. പെട്ടെന്ന് കാറിന് പിറകിൽ മറ്റൊരു വാഹനത്തിൻ്റെ ഹോൺ മുഴങ്ങിയതും അവൻ അസ്വസ്ഥതയോടെ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. നേരെ വീട്ടിലേക്കാണ് സിദ്ധു വന്നത്. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ കയറി വരുന്നവനെ കണ്ടതും സീതാമ്മ തളർന്നു. അവൻ വരുമ്പോൾ അവളും കൂടെയുണ്ടാവും എന്നൊരാശ്വാസം അവർക്കുണ്ടായിരുന്നു. സിദ്ധു, നമുക്ക് പോലീസിൽ പരാതിപ്പെട്ടാലോ? സീതാമ്മ ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ വൈകിയുടെ മുറിയിൽ കയറി വാതിലടച്ചു. സിദ്ധുവിന് സങ്കടവും ദേഷ്യവും എല്ലാം ഒരുപോലെ തോന്നി. അവളൊന്നും പറയാതെ തൻ്റെ കുഞ്ഞുങ്ങളുമായി ഒറ്റയ്ക്ക് എവിടെ പോയെന്ന ചിന്ത അവനെ അസ്വസ്ഥനാക്കി. ആ മുറിക്കുള്ളിൽ നിൽക്കുന്ന ഓരോ നിമിഷവും അവനിൽ വേദന നൽകി. അവളുടെ അസാന്നിധ്യം അവനിൽ കൂടുതൽ നോവ് നിറച്ചു. കുഞ്ഞുങ്ങളുടെ അമ്മയെ സിദ്ധുവിന് വേണ്ടേ? നിറവേറുമായി തന്നോട് ചോദിച്ചുകൊണ്ട് തന്നെ ദയനീയമായി നോക്കുന്നവളുടെ മുഖം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു.
അവളെ മനസ്സിലാക്കുന്നതിൽ അവന് തെറ്റുപറ്റിയോ എന്നവൻ ഒരു വേള ചിന്തിച്ചു. സച്ചു പോയപ്പോൾ തോന്നിയ അതേ ശൂന്യത അവനിൽ അന്നേരം അനുഭവപ്പെട്ടു. താൻ എവിടെ അവളെ പോയി അന്വേഷിക്കും? ഒറ്റയ്ക്ക് അവൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അവൻ തലയ്ക്ക് കൈ താങ്ങി അങ്ങനെ ഇരുന്നതും പെട്ടെന്ന് തലയിണയ്ക്ക് താഴെയായി മടക്കി വെച്ചൊരു വെള്ള പേപ്പർ അവൻ്റെ കണ്ണിലുടക്കി. അവൻ പൊടുന്നനെ അത് കയ്യിലെടുത്തു. പതിയെ നിവർത്തി നോക്കി. സിദ്ധുവേട്ടന്, ഞാൻ പോകുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുമായി, സിദ്ധുവേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി. ഞങ്ങളെ അന്വേഷിക്കരുത്. എൻ്റെ കുഞ്ഞുങ്ങളില്ലാതെ, അവർക്ക് മുലപ്പാൽ ചുരത്താതെ എനിക്ക് ഒരു ദിവസം പോലും ചിന്തിക്കാൻ കഴിയില്ല. അമ്മയില്ല എന്നൊരു കാരണത്താൽ എൻ്റെ കുഞ്ഞുങ്ങളെ ആരും സഹതാപത്തോടെ നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സച്ചു ചേച്ചിക്ക് വേണ്ടിയാണ് ഈ വേഷം ഇതുവരെ കൊണ്ടാടിയതെങ്കിലും ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് അവകാശിയായി സച്ചു ചേച്ചി ഇല്ലാത്ത പക്ഷം ഇവരുടെ ഏക അവകാശി ഞാനാണ്. സച്ചു ചേച്ചി ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇവരെ സിദ്ധുവേണ്ണി വിട്ടുതരില്ല. 10 മാസം ഞാൻ ഉദരത്തിലേറ്റുന്നത് അങ്ങനെ അവരെ എന്നേക്കുമായി കളഞ്ഞിട്ട് പോകാനല്ല. സീതാമ്മയോട് പറയണം, ഞാൻ സ്വയം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണെന്ന്. നമ്മൾ തമ്മിലുണ്ടായിരുന്ന ഉടമ്പടിയൊന്നും അമ്മയോട് പറയരുത്. പാവത്തിനിത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സിദ്ധുവേട്ടൻ കെട്ടിയ താലി ഞാൻ ഭദ്രമായി അലമാരിയിൽ വെച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് ജീവിക്കാൻ എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്ക് കരുത്തു പകരാൻ എൻ്റെ മക്കൾ മാത്രം മതി. ദയവ് ചെയ്ത് ഞങ്ങളെ അന്വേഷിച്ച് വരരുത്. അപേക്ഷയാണ്. ഇനി ഒരിക്കലും ഒരു കരടായി സിദ്ധുവേട്ടൻ്റെ ജീവിതത്തിലേക്കോ ഞാനോ എൻ്റെ മക്കളോ കടന്നു വരില്ല എന്ന് വൈക. അത് വായിച്ചു കഴിഞ്ഞതും സിദ്ധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന് തൻ്റെ സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ പൊട്ടിക്കരഞ്ഞു. താൻ അവളോട് എത്ര വലിയ തെറ്റാണ് ചെയ്തത് എന്നോർത്ത് അവനിൽ നോവ് നിറഞ്ഞു. അവളോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും കൺമുന്നിൽ തെളിഞ്ഞു. അവളോട് ചെയ്ത ക്രൂരതയടക്കം താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവൻ ആ നിമിഷം മനസ്സിലാക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയും ഒരമ്മയും തൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ലെന്ന ചിന്ത അവനിൽ അധികരിച്ചു. തൻ്റെ പ്രണയം സ്വന്തമാക്കാൻ വേണ്ടി താനൊരു സ്വാർത്ഥനായിപ്പോയി. അവിടെ ഒരു പെണ്ണിൻ്റെ ജീവിതമോ അവളുടെ ഭാവിയോ ചിന്തിച്ചില്ല. ഇനി കുറ്റബോധം തോന്നിയാലും തനിക്ക് കൈയെത്തിപ്പിടിക്കാൻ കഴിയാത്ത ദൂരത്തേക്ക് അവർ പോയി എന്ന ചിന്ത അവനെ ഭ്രാന്തിന് തുല്യമാക്കി. പെട്ടെന്ന് മുറിയിലേക്ക് സീതാമ്മ വന്നുകൊണ്ട് അവൻ്റെ കയ്യിലെ പേപ്പർ വാങ്ങിച്ചു. അത് വായിച്ചു കഴിഞ്ഞതും അവർ കോപത്തോടെ സിദ്ധുവിനെ നോക്കി. എന്നാൽ അവരവരെ ഒരു നോട്ടം പോലും നോക്കിയില്ല. അമ്മയുടെ കോപം കൂടി താങ്ങാൻ ഇനി ത്രാണിയില്ലെന്ന പോലെ അവൻ വൈകിട്ട് തലയിലേക്ക് മുഖം പൊഴുത്തിക്കിടന്നു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവൾക്ക് വേണ്ടി നിറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സ് ആ കുറച്ച് നിമിഷം കൊണ്ട് 1000 വട്ടം മാപ്പ് ചോദിച്ചു. എന്ത് ചെയ്താലും അവളോട് ചെയ്തതിന് പകരമാവില്ലെന്ന് അറിയാം. അവൻ സങ്കടം നിയന്ത്രിക്കാൻ കഴിയാതെ വാവിട്ട് കരഞ്ഞു. അത് കാണാൻ കഴിയാത്തതുപോലെ സീതാമ്മ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. എന്നാൽ ഇതേ സമയം വൈഗ ഒരു ദീർഘദൂര യാത്രയിലായിരുന്നു. അവളുടെ വലത് കൈ അവളുടെ ഉദരത്തെ കരുതലെന്ന പോലെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അവളിൽ ക്ഷീണമോ തളർച്ചയോ അലട്ടിയിരുന്നില്ല. എന്തോ നേടിയെടുക്കാനും മുന്നേറാനുമുള്ള ആത്മവിശ്വാസം മാത്രം. വൈഗ, ആരോ അവളെ പേര് ചൊല്ലി വിളിച്ചതും അവളൊരു തലചരിച്ച നോട്ടത്തോടെ അവർക്കൊരു മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ചു. ആ വിളിക്കുടമ അവളെ ചുമലിൽ കൈ ചേർത്ത് പിടിച്ചതും അവളൊരു പുഞ്ചിരിയോടെ ആ ചുമലിലേക്ക് തലചേർത്ത് കിടന്നു. അവരെയും വഹിച്ച് ആ വാഹനം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന ബാംഗ്ലൂർ നഗരം. വാഹനങ്ങളുടെ പുകപടലങ്ങൾ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ ഏറെക്കുറെ കാഴ്ചയിൽ നിന്നും മറയ്ക്കുന്നു. അവരവരുടേതായ തിരക്കുകളിലേക്ക് ഊളിയിടുന്ന മനുഷ്യർ. അവർക്ക് തമ്മിൽ ചിരിക്കാനോ കുശലാന്വേഷണം നടത്താനോ സമയമില്ല. ബാംഗ്ലൂർ നഗരത്തിലെ തന്നെ പേരുകെട്ട ഒരു സ്ഥാപനം. ഗെറ്റ് ഔട്ട് ഓഫ് മൈ വേ വിത്ത് ദിസ് ഫയൽ, ഐ നീഡ് ടു സീ. മുന്നിൽ കൊണ്ടുവച്ച ഫയൽ വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ ചീറി. മുറിയാകെ കടലാസുകൾ ചിന്നിച്ചിതറി. കാറ്റിൽ പറന്ന് മുഖത്തേക്ക് വീണ പേപ്പർ കയ്യിലെടുത്തുകൊണ്ട് അവൾ മുന്നിൽ നിൽക്കുന്ന തൻ്റെ ബോസിനെ തുറച്ചു. സാറിനിത് വെറും കടലാസ് കഷ്ണങ്ങളായിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. എൻ്റെ 1 മാസത്തെ കഷ്ടപ്പാടാണിത്. ഊണും ഉറക്കവും നഷ്ടപ്പെടുത്തി സാറിൻ്റെ കമ്പനിയുടെ പ്രോഫിറ്റിന് വേണ്ടി എൻ്റെ ഊർജ്ജം കളഞ്ഞ് ഞാൻ തയ്യാറാക്കിയത്. അവൾ വാക്കുകൾ അളന്നു മുറിച്ചതുപോലെ അമർഷത്തോടെ പുറത്തേക്ക് തുമ്മി. ഈ ഫൂളിഷ്നെസ് തയ്യാറാക്കാനാണോ താൻ 1 മാസം എടുത്തത്? അയാളുടെ ശബ്ദം ഉയർന്നു. 1 വീക്ക് കൂടി ഞാൻ തനിക്ക് സമയം തരും. ഇതിനുള്ളിൽ പുതിയ പ്രൊജക്റ്റ് തയ്യാറാക്കി എനിക്ക് തരണം. അയാൾ കൽപ്പന പോലെ പറഞ്ഞതും അവൾ മുഖം തിരിച്ചു. പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് അയാൾക്ക് നേരെ തിരിഞ്ഞു. 1 വീക്കിനുള്ളിൽ പറ്റില്ല സർ. അതിനുള്ളിൽ 2 days ഞാൻ ലീവിന് അപ്ലൈ ചെയ്തിരുന്നു. ലീവൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞ് ആലോചിക്കാം.
ഇപ്പോൾ താൻ ഞാൻ പറഞ്ഞതങ്ങ് അനുസരിക്കും, അയാൾ ധാർഷ്ട്യത്തോടെ പറഞ്ഞു. സർ പ്ലീസ്, എൻ്റെ ലൈഫിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ലീവ് ചോദിച്ചത്. പ്ലീസ് സർ, അത് കഴിഞ്ഞ് ഞാൻ തന്നെ ക്ലിയർ ചെയ്തോളാം. അവളുടെ സ്വരം ദയനീയമായി. താൻ എന്തു പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കഴിയാതെ ഒന്നും നടക്കില്ല. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതനുസരിക്കും. ഇനി ഒന്നും അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കണ്ടതും നിലത്ത് ചിന്നിച്ചിതറി കിടക്കുന്ന പേപ്പറുകൾ ഓരോന്നായി പെറുക്കിയെടുക്കുവാൻ തുടങ്ങി. മുഴുവൻ പെറുക്കിയെടുത്ത് അവൾ എഴുന്നേറ്റു. തൻ്റെ സീറ്റിലിരുന്നു കൊണ്ട് അവളെ തന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന അയാളെ അവൾ രൂക്ഷമായി നോക്കി. അയാളൊന്ന് ചുണ്ടുകൊട്ടി അവളെ ഒന്ന് പുച്ഛിച്ചു. അവൾ മുഖം തിരിച്ചുകൊണ്ട് ക്യാബിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞതും അയാൾ പിറകിൽ നിന്ന് വിളിച്ചു. താനൊന്ന് നിന്നേ. അയാളുടെ വിളി കേട്ടതും ബോസ് എന്ന കാരണത്താൽ മാത്രം ഉള്ളിലെ ദേഷ്യത്തെ കടിച്ചമർത്തി അവൾ തിരിഞ്ഞു നോക്കി. ഒരാഴ്ച കൂടി സഹിച്ചാൽ മതിയുടെ എന്നെ. 1 വീക്കിനുള്ളിൽ പുതിയ MD ചാർജ് എടുക്കും. അദ്ദേഹത്തിന് നൽകിയാൽ മതി തൻ്റെ പുതിയ പ്രൊജക്റ്റ്. അവസാനം എന്തോ ഓർത്തുകൊണ്ട് അവൾ ഞെട്ടലോടെ അയാളെ തന്നെ ഉറ്റുനോക്കി. പുതിയ MDയോ? അവൾ മനസ്സിലറിയാതെ ചോദിച്ചു പോയി. അപ്പോൾ പറഞ്ഞ പോലെ താൻ പോയിക്കോ. അവളുടെ കണ്ണും തള്ളിയുള്ള നൃത്തം കണ്ടതും അയാളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവളൊന്ന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. ഒരാഴ്ച കൂടി കഴിഞ്ഞ് പിന്നെ എന്നാണ് പെണ്ണെ നിന്നെ ഇങ്ങനെ കണ്ണു നിറച്ചൊന്ന് കാണാൻ പറ്റുക? അയാൾ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് സ്വയം ചോദിച്ചു. അപ്പോൾ അയാളുടെ മനസ്സ് നിറഞ്ഞു നിന്നത് അവൾ മാത്രമായിരുന്നു. വൈകാലക്ഷ്മി. അയാളുടെ മനസ്സും അധരവും ഒരുപോലെ അവളുടെ പേര് മന്ത്രിച്ചു. എന്തായിരുന്നു മോളെ വൈകി ക്യാബിനകത്ത്? വൈകിയ ബോസിൻ്റെ ക്യാബിൽ നിന്നും വന്ന് തൻ്റെ സീറ്റിലിരുന്നതും സിനി വന്ന് അവളുടെ സീറ്റിലെ ടേബിളിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു. അങ്ങക്ക് ഭ്രാന്താണ് സിനി. ഇത് എത്ര കഷ്ടപ്പെട്ട് ചെയ്ത് വർക്കാണെന്നോ അയാളൊരു പുല്ല് വിലയും തന്നെ വലിച്ചെറിഞ്ഞത്. വൈകിക്ക് തൻ്റെ രോഷം അടക്കാൻ കഴിഞ്ഞില്ല. ഇനി ഒരാഴ്ച കൂടി സഹിച്ചാൽ മതിയല്ലോ. അതുവരെ കൂടി ക്ഷമിക്കടി. സിനി അവളുടെ മുഖത്തെ ദേഷ്യം കണ്ടതും ചിരിയോടെ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ക്ഷമിച്ചു നിൽക്കുന്നത്. ഇനി വരാൻ പോകുന്ന ആൾ എങ്ങനെയാണോ എന്തോ. വൈക ആത്മകഥം പോലെ സിനിയോട് പറഞ്ഞു. എങ്ങനെയുള്ള ആളായാലും നീയുമായി ഉടക്കും.